ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നു. വേണ്ടായിരുന്നല്ലോ. അല്ല കാണട്ടെ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാമല്ലോ അല്ലേ? ജോസ് കെ മാണി അല്ലേ? ജോസ് കെ മാണി ഇതാ വന്നു. യഥാർത്ഥം ജോസ് കെ മാണി മത്സരിക്കുന്ന മണ്ഡലം തീരുമാനമാവാതിരിക്കുന്ന റോഷിയാണ് വിളിച്ചു പറഞ്ഞത്. ജോസ് കെ മാണി മത്സരിക്കും പാലായിൽ നിന്ന്. ശരിക്കും പറഞ്ഞ ഈ റോഷി ആടി മൂടി ഒന്നൊന്നര മനുഷ്യൻ. അയ്യോ, ജോസ് കെ മാണിയെ കാലേ വാരി അടിച്ചത് ആദ്യം റോഷിക്ക് ഒരു സമ്മാനം കൊടുക്കണം. അതെ, പാലായിലെ കാര്യം പറയട്ടെ. ജനവിധി മാനിക്കുന്നു. പാലായിൽ പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ വോട്ട് ചെയ്തവർ LDF വോട്ട് ചെയ്തവരുണ്ട്. അവരോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ നേരുകയാണ്. വിജയിച്ച സ്ഥാനാർത്ഥി ശ്രീ മാണി സി കാപ്പനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. തീർച്ചയായും ഈ സന്ദർഭത്തിൽ കേരള സംസ്ഥാനത്തുടനീളം ഒരു UDF തരംഗം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് തീർച്ചയായും ആ ജനങ്ങളുടെ ഒരു ആഗ്രഹം മറിച്ച് 10 വർഷം ഭരിച്ചു UDF ഭരണത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. അതനുസരിച്ച് മുന്നോട്ട് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം നമുക്ക് കാണാൻ കഴിഞ്ഞു. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പിന്നോക്കം പോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് കുറച്ചത് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും ഇടതുപക്ഷത്തിനകത്തും പാർട്ടിക്കകത്തും കേരള കോൺഗ്രസ് പാർട്ടിക്കകത്തും ഇതിനുമായി ബന്ധപ്പെട്ട് അത് ദീർഘമായ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ച നടത്തിയതിന് ശേഷം എന്താ പൂർണ്ണ വിവരം. ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, അത് ശരിയാണ്. 12 സീറ്റിൽ മത്സരിച്ചു, 12 സീറ്റിൽ പരാജയപ്പെട്ടു. അപ്പോൾ തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതല്ലോ, അതിൻ്റെ കാരണങ്ങൾ അത് പാർട്ടിക്കകത്ത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യും. ഇടതുപക്ഷ മുന്നണിയിലും വളരെ ഗൗരവമായി. അങ്ങനെ ഒരു ചർച്ച വന്നില്ലല്ലോ. അങ്ങനെ ഈ പറയുന്ന മാധ്യമങ്ങളിൽ ചർച്ച വന്നു. ജയപരാജയങ്ങളൊക്കെ ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. പൂർണ്ണമായി പോയ എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വീണ്ടും കരുത്തോടുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ UDFിൽ തന്നെ നമ്മൾ കണ്ടല്ലോ എത്ര സീറ്റിലാണ്. 99 സീറ്റിൽ LDF ജയിച്ചപ്പോൾ വളരെ നിസ്സാരമായ സീറ്റുകൾ അവർ ജയിച്ചുള്ളൂ. പക്ഷെ തിരിച്ച് കരുത്തോടുകൂടി വന്നു. അതുകൊണ്ട് ജനാധിപത്യത്തിൽ മറിച്ചും തിരിച്ചൊക്കെ വരും. അത് എന്താണെന്നുള്ളത് തീർച്ചയായും ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് കാണും. അതുകൊണ്ടായിരിക്കാം ജനങ്ങൾ തിരിച്ച് വോട്ട് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി പരിശോധിച്ച് നമുക്ക് പാലായിൽ തന്നെ ഒരു പോരാട്ടം നടത്തി. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF ജയിച്ചത്. ഈ പ്രാവശ്യം ഏതാണ്ട് 2,900 വോട്ടിൻ്റെ 2,074 കാണിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കാണാം. അപ്പോൾ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാലും നല്ല ഒരു പ്രവർത്തനം ഇടതുപക്ഷം കാഴ്ചവെച്ചു. പക്ഷേ നമുക്ക് ഒരു പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ വിജയിച്ച് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായും അത് കേരള സംസ്ഥാനത്തുടന്ന് പാലായിൽ മാത്രമല്ല കേരള സംസ്ഥാനത്തുടനീളം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്നുണ്ടായത്, എവിടെയാണ് ഏറ്റക്കുറച്ചിലുണ്ടായത് എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കണം. പാർട്ടിക്കകത്ത് കേരള കോൺഗ്രസ് എമ്മിനകത്ത് കൃത്യമായ ഒരു ചർച്ച, ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഞാനത് സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഒരു തരംഗമുണ്ടാവുമ്പോൾ പ്രതീക്ഷിക്കാത്ത പല സീറ്റുകളും വിജയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. അത് ജനങ്ങളുടെ ഒരു വികാരമാണ്, ജനങ്ങളുടെ ഒരു തീരുമാനമാണ്. UDFനെ കൊണ്ടുവരണം എന്നുള്ളത് അത് ജയിച്ചു. മുഖ്യമന്ത്രി മുന്നിൽ നിർത്തിയാണ് LDF പൂർണ്ണമായി പ്രചാരണം നടത്തിയത്. അത് തിരിച്ചടിയായെന്ന് തോന്നുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ആരെങ്കിലും മുന്നിൽ നിർത്തിയോ എന്നുള്ളതല്ലല്ലോ. പക്ഷെ എല്ലാ കാര്യങ്ങളും LDFനകത്തും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയെ ചർച്ച ചെയ്യും. ക്രിസ്ത്യൻ മുസ്ലിം ജോസ് കെ മാണി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ജനാധിപത്യത്തിൽ വിജയപരാജയങ്ങൾ സ്വാഭാവികമാണ് എന്ന് പറയുകയാണ് ജോസ് കെ മാണി. എന്ന് പറഞ്ഞാൽ അതേസമയം ഈ മുന്നണി മാറ്റത്തെ പറ്റി ഇപ്പോൾ ആലോചിക്കാൻ വട്ടിയൂർക്കാവിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതിയ വിളി വന്നു. വട്ടിയൂർക്കാവിൽ പ്രശാന്ത് അങ്ങനെ നിൽക്കുകയാണ്, നേരിയ തരത്തിൽ നിൽക്കുകയാണ്. പുതിയ ഘട്ടത്തിലുണ്ട്. 863 വോട്ടുകൾക്ക് കെ മുരളീധരൻ മുന്നിലാണ്. കുട്ടി കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ 863. എന്തായാലും കെ മുരളീധരൻ ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുന്നു, മന്ത്രിയാവാനുള്ള ആളാ. അതെ ആരോ ആയിക്കോട്ടെ. ചാത്തന്നൂരിൽ ഇപ്പോൾ ലീഡിംഗ് ആണ്. അവിടെ ചാത്തന്നൂർ വിജയ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല.
അതെ, ഈ എറണാകുളം ജില്ലയിൽ എല്ലാ UDF കരസ്ഥമാക്കി. എല്ലാ UDF തൂത്തുവാരി. ഒരൊറ്റ എണ്ണം പോലും ഇല്ല. തൂത്തുവാരി. വട്ടിയൂർക്കാവിൽ മുരളീധരന്റെ ലീഡ് കൂടുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ മുരളീധരൻ പേരാമ്പ്രയിൽ പിന്നെ ഫാത്തിമ പേരാമ്പ്രയിൽ പിന്നെ ഫാത്തിമ മുന്നിൽ. രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥി നേമത്ത് ലീഡ് തുടരുന്നു. അദ്ദേഹം 3163 വോട്ടുകൾക്ക് മുന്നിലാണ്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയേക്കാൾ മുന്നിലാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ? അതിന്റെ ഇടയ്ക്ക് ബേപ്പൂർ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ബേപ്പൂർ മുഹമ്മദ് റിയാസ് മുന്നിലാണ്. അതുപോലെ ഈ തൃക്കാക്കര നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകരാ അവര് ചോദിക്കുന്നുണ്ട് നമ്മുടെ മാരാര് എന്തായി. മാരാര് ഉമാ തോമസ് ഒക്കെ ജയിച്ചു. എപ്പോഴേ ജയിച്ചു. നിങ്ങൾ ഈ ഉമാ തോമസിന്റെ കാര്യത്തിലേക്ക് കടന്നുള്ളൂ. അതെ, മനസ്സിലായി. ചാത്തന്നൂരിൽ BJP ജയിച്ചു. ഇപ്പാണ് ഒഫീഷ്യലി BJP ജയിച്ചു. ചാത്തന്നൂരിൽ അപ്പോൾ ട്രിവാൻഡ്രത്തിന് പുറത്തുള്ള BJPയുടെ ആദ്യ ജയം എന്ന നിലയ്ക്ക് കൂടി അവിടെ മാരാജി ഭവനിൽ ആഘോഷമുണ്ട്. ഇനിയിപ്പോൾ നിയമമാണ് അവരുടെ പ്രതീക്ഷയുള്ള ഒരു സീറ്റ് കൂടി അവിടെ. അപ്പോൾ അവിടെ നിയമത്തെ വോട്ടുകൾ തുടങ്ങിക്കൂടി ചാത്തന്നൂരിൽ BJP ജയിച്ചു എന്നുള്ളതാണ്. വട്ടിയൂർക്കാവിൽ ക്രൂഷ്യൽ ലീഡ് എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ അവസാന റൗണ്ടിൽ 2769 വോട്ട് ലീഡാണ് ലാസ്റ്റ് UDF ഉയർത്തുന്നത്. ഇനിയാണത് ചില പ്രേക്ഷകർ ധർമ്മടത്തെ കാര്യം ചോദിക്കുന്നുണ്ട്. ധർമ്മടത്തിൽ പിണറായി വിജയൻ മുന്നിലാണ്. വളരെ നേരിയ ലീഡിൽ മുന്നിലാണ്. എക്സാക്ട് ലീഡ് എത്രയാണെന്ന് ഇപ്പോൾ നമ്മുടെ ഗവേഷണ വിഭാഗം അറിയിക്കും. റെഡി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.